കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ സംഭവം. ഒരു സ്ത്രീ അതിനുള്ളിൽ പെട്ടിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടും അവിടെ എത്തിയ കേരളത്തിലെ 2 പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. അത്യന്തം ഹൃദയത്തിന് വേദനയുണ്ടാക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്നും നമ്മൾ കേട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ശുചിമുറിയിൽ പോയിരുന്ന ഒരമ്മ ആ കെട്ടിടം തകർന്ന് അതിനുള്ളിൽപ്പെട്ട് 2.5 മണിക്കൂറോളം കെട്ടിട അവശിഷ്ടങ്ങളിൽ ഉള്ളിൽ കിടന്ന് മരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് എത്തിയ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല. മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചു ആളപായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇത് പരിശോധിക്കണ്ടേ, ഇവിടുത്തെ കല്ലും മണ്ണും നീക്കി പരിശോധിക്കണ്ടേ. അപ്പോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും പറഞ്ഞത് ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് തകർന്നിരിക്കുന്നത്, ഇതിനിടെ അടിയിൽ ആരും തകർത്തിട്ടുണ്ട്, വീണ് കിടക്കില്ല എന്നാണ്. അവിടെയുള്ള പരിസരത്തുള്ള ആളുകൾ പറഞ്ഞു അതിനകത്ത് ലൈറ്റ് കണ്ടിട്ടുണ്ട്, ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല, ഇതിനുള്ളിൽ ആരുമില്ല എന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തറപ്പിച്ചു പറഞ്ഞു. 2.5 മണിക്കൂറിന് ശേഷമാണ് അവിടെ പരിശോധന നടക്കുന്നത്. പരിശോധന നടക്കുമ്പോഴും ആ ബിന്ദുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ശ്വാസമുണ്ടായിരുന്നു. അവരെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് മരണം സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു അപകട മരണമല്ല, ബിന്ദുവിനെ കൊന്നതാണ്. ബിന്ദുവിനെ കൊന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. ബിന്ദുവിനെ കൊന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ്. വീണ വിജയൻ, നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികതയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം ചെയ്യണം, കേരളത്തിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ കുറച്ച് ബ്യൂട്ടി പാർലർ ഉണ്ടാക്കി കൊടുത്ത് അത് നടത്തിപ്പിന്റെ ചുമതല ആ വീണ ജോർജിനെ ഏൽപ്പിക്കണം. വീണ ജോർജിന് പറ്റുന്ന പണി അതാണ്. മേക്കപ്പ് വിട്ട് നടന്നാൽ കേരളത്തിന്റെ ആരോഗ്യ രംഗം നന്നാവും. കേരളത്തിലെ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല. ആളുകൾ ആശുപത്രിയിലേക്ക് പോകുന്നത് ചികിത്സ കിട്ടാൻ വേണ്ടിയാണ്. അവിടെ പോകുമ്പോ അവിടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, അവിടെ എക്സ്റേ സംവിധാനമില്ല, സ്കാനിങ് സംവിധാനമില്ല. ഇതെല്ലാം പുറത്തു നിന്ന് എഴുതി കൊടുക്കും. ഇതെല്ലാം പുറത്തു നിന്നാണെങ്കിൽ എന്തിനാണ് ആരോഗ്യമന്ത്രി നിങ്ങളിങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നത്? കേരളത്തിലെ മിക്കവാറും ആശുപത്രികളുടെ കെട്ടിടങ്ങൾ അതിജീർണാവസ്ഥയിലാണ്. അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളില്ല. ഇവിടുത്തെ മന്ത്രിമാര് ആരെങ്കിലും അത്തരം ആശുപത്രികളിൽ കാണിക്കുവോ? പിണറായി വിജയൻ കാണിക്കുവോ? വീണ ജോർജ് കാണിക്കുവോ? വീണ വിജയൻ കാണിക്കുവോ? മുഹമ്മദ് റിയാസ് പോവോ? ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും പാവപ്പെട്ട ആളുകൾക്കുള്ളതാണ്. അതെന്തായാലും കുഴപ്പമില്ല. ഇവർ മന്ത്രിമാരുടെ കയ്യിലൊക്കെ കോടിക്കണക്കിന് രൂപയുണ്ട്, കട്ടും വെട്ടിപ്പും നടത്തി ഉണ്ടാക്കിയ പണം. അതുകൊണ്ട് അമേരിക്കയിലോ ഏത് രാജ്യത്ത് പോയി ചികിത്സ നടത്താനും മന്ത്രിമാർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ഇത്രയും വലിയ കോലാഹലങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് മുഖ്യമന്ത്രി നിങ്ങളാണ്. ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേട് നിങ്ങൾ കൂടി ബാധ്യസ്ഥരാണ്. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വീണ ജോർജിനെ പോലുള്ള ആളുകളെ ആരോഗ്യമന്ത്രിയാക്കിയതാണ് ആരോഗ്യ മേഖല ഇങ്ങനെ തകരാനുള്ള കാരണം. 70 വയസ്സിന് മുകളിലുള്ള മുഴുവൻ സാധാരണക്കാർക്കും സൗജന്യമായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് നടപ്പിലാക്കാത്തത്? ഇവിടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പിണറായി വിജയനും ആരോഗ്യമന്ത്രിക്കും നേരമില്ല.
ഇന്ന് ഗോവിന്ദൻ മാഷ് കുറച്ചു മുമ്പ് പത്രസമ്മേളനം നടത്തുന്നു. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യരംഗം സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചതാണ് എന്ന്. ഗോവിന്ദൻ മാഷെ, ഉളുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഉളുപ്പ് തൊട്ട് തീണ്ടിയിട്ടുണ്ട് എങ്കിൽ ഗോവിന്ദൻ മാഷെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ? കേരളത്തിലെ ആരോഗ്യരംഗത്ത് നിങ്ങൾക്ക് എന്താണ് അവകാശപ്പെടാനുള്ളത്? ഒന്നും അവകാശപ്പെടാനില്ല. ആളുകൾ മരിക്കാൻ വേണ്ടി പോകുന്ന ഇടമായി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വീണ ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണം, മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ വാസവൻ ആ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ പോയി ഒരു 50,000 രൂപയുടെ ചെക്ക് കൊടുക്കുകയാണ്. ഉളുപ്പുണ്ടോ? 50,000 രൂപയുടെ ചെക്കും കൊടുത്ത് ഒരാളെ പറഞ്ഞിരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ഈ കുറ്റം നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങളാണ് കൊന്നത്. നിങ്ങൾ ആ കുടുംബത്തെ ഏറ്റെടുക്കണ്ടേ? സർക്കാർ ആ കുടുംബത്തെ ഏറ്റെടുക്കണ്ടേ? ആ കുട്ടിക്ക് ജോലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. 50,000 രൂപ കൊടുത്ത് ആശ്വസിപ്പിക്കാൻ പോയിരിക്കുന്നു. നാട്ടിലെ ജനങ്ങളുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ മുഖത്ത് ചെരിപ്പൂരി അടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് മുഖ്യമന്ത്രിയും വീണ ജോർജും ഒക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. വീണ ജോർജിന്റെ രാജി വരെ BJPയും യുവമോർച്ചയും ശക്തമായിട്ടുള്ള സമരരംഗത്തുണ്ടാകും. അതുകൊണ്ട് ഇവിടെ പ്രതീകാത്മകമായി നമ്മുടെ മേക്കപ്പ് ഇട്ട് നടക്കുന്ന ഈ വീണ ജോർജിന്റെ കോലം ഈ വടകരയിൽ വെച്ച് കത്തിച്ച് ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോവുകയാണ്. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us.